ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ തമ്പനയിൽ കണ്ടുപോലെ തന്നെ 2025 നമ്മളൊരു സ്മാർട്ട് ടി വി വാങ്ങിക്കുകയാണെങ്കിൽ ഏത് സ്മാർട്ട് ടി വി നമ്മൾ വാങ്ങിക്കും? ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ സെലക്ട് ചെയ്യുക? നമ്മൾ വളരെ കൺഫ്യൂഷൻ ആയിരിക്കും. കാരണം നമ്മൾ ഒരുപാട് നാളുകളായി കേട്ട് പരിചയമുള്ള ആൻഡ്രോയിഡ് ടി വി ഉണ്ട്, അതുപോലെ തന്നെ ഗൂഗിൾ ടി വി ഉണ്ട്, സാംസങ്ങിൻ്റെ ടൈസൺ OS ഉണ്ട്, അതുപോലെ തന്നെ LGയുടെ ടി വിയിലാണെങ്കിൽ വെബ് OS ഉണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ഉണ്ട്. അപ്പം ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് നമ്മൾ സെലക്ട് ചെയ്യുക? മുമ്പുള്ളതിനേക്കാൾ ബ്രാൻഡ് വാല്യൂവിന് മുകളിലായി ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ നോക്കി ടി വി വാങ്ങുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഞാനൊരു ടി വി വാങ്ങിക്കുകയാണെങ്കിൽ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ടി വി വാങ്ങിക്കും, എന്തുകൊണ്ട്? അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് ആദ്യമായിട്ടാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും കമൻറ്റും ഒന്ന് നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും ഒരുപാട് വാല്യൂ ഉണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും മറ്റുള്ള ആളുകളിലേക്ക് കൂടി വീഡിയോ എത്താൻ വേണ്ടി, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കാരണമാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ നമുക്ക് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയെ കുറിച്ച് നോക്കാം. സ്മാർട്ട് ടി വി എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻഡ്രോയിഡ് ടി വി ആയിരുന്നു. സ്മാർട്ട് ടി വി പുറത്തിറങ്ങിയ കാലം മുതൽ ഇതുവരേക്കും നമ്മൾക്ക് പരിചിതമായിട്ടുള്ള ഒരു സ്മാർട്ട് ടി വിയാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി. ഇതിൻ്റെ ഇൻ്റർഫേസ് വളരെ ലളിതമാണ്, യൂസർ ഫ്രണ്ട്ലി ആണ്. കൂടാതെ ക്രോംകാസ്റ്റ് ഇൻബിൽട്ട് ആണ്. ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നമുക്ക് ഏത് ആപ്ലിക്കേഷനും ആദ്യം തന്നെ ലഭ്യമാകുന്നത് പ്ലേ സ്റ്റോറിലാണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് ഉണ്ട്. അങ്ങനെ ഇഷ്ടം പോലെ ഗുണങ്ങൾ ഈ ടി വിക്കുണ്ട്. 2025 പുറത്തിറങ്ങുന്ന ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി സ്പ്ലിറ്റ് സ്ക്രീൻ ഓപ്ഷൻ വരെയുണ്ട്. അപ്പോൾ ഇത്രയും ഓപ്ഷനുകളുള്ള ഒരു ടി വിയാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ലോ ആൻഡ് ഡിവൈസുകളിലൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് ഇത് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഓപ്പൺ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കറക്റ്റായിട്ട് വരുന്നില്ല. പല കമ്പനികളും OSൻ്റെ അപ്ഡേഷനേ നൽകുന്നില്ല. വാങ്ങിയ സമയത്ത് ഏതാണോ OS ഉള്ളത് അതേ വെർഷനിൽ തന്നെയാണ് ഇപ്പോഴും OS ഓടിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അപ്ഡേഷൻസ് ഒന്നും കിട്ടുന്നില്ല. ഇതൊക്കെയാണ് ഇതിൻ്റെ നെഗറ്റീവ് സൈഡ്. ഇനി അടുത്തായിട്ട് നമുക്ക് വെബ് OS നോക്കാം. LGയുടെ സ്വന്തം OS ആണ് വെബ് OS എന്ന് പറയുന്നത്. ഇപ്പോൾ LGയുടെ സ്മാർട്ട് ടി വിയിലാണ് വെബ് OS അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണ്. കൂടാതെ ഇതിൻ്റെ ആപ്ലിക്കേഷനൊക്കെ വളരെ ലൈറ്റ്നിങ് സ്പീഡിലാണ് ഓപ്പൺ ആകുക, ഭയങ്കര സ്പീഡാണ്. അതുപോലെ തന്നെ ഡോൾബി വിഷൻ, ഡോൾബി അറ്റ്മോസ്, HDR10 തുടങ്ങിയ എല്ലാ ഫീച്ചറുകളും ഇതിൽ ലഭ്യമാണ്. കൂടാതെ AI പിക്ചർ പ്രോ, AI സൗണ്ട് പ്രോ തുടങ്ങിയ AI ബേസ്ഡ് ആയിട്ടുള്ള കുറേ ഫീച്ചറുകളുണ്ട്. കണ്ടൻറ്റുകൾക്കനുസൃതമായി ഓഡിയോയും വീഡിയോയും ഓട്ടോമാറ്റിക്കായിട്ട് ക്രമീകരിക്കുന്ന ഒരു AI ബേസ്ഡ് സംവിധാനമാണിത്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ഇതിൻ്റെ ആപ്പുകളുടെ ലഭ്യത കുറവ് തന്നെയാണ്. ഇത് പ്ലേ സ്റ്റോറിൽ ഇതിൻ്റെ ആപ്ലിക്കേഷനൊന്നും ലഭ്യമല്ല. പ്ലേ സ്റ്റോറുമായിട്ട് യാതൊരു ലിങ്കുമില്ല. LGയുടെ ആപ്പ് സ്റ്റോറിൽ ലഭ്യമായ ആപ്ലിക്കേഷനുകൾ മാത്രമാണ് ഇതിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക. അത് പരിമിതമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാ ആപ്ലിക്കേഷനുകളും നമുക്ക് ഇവിടെ സെർച്ച് ചെയ്താൽ കിട്ടില്ല. അതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള നെഗറ്റീവ് സൈഡ്. രണ്ടാമത്തെ കാര്യം, അതിൻ്റെ അപ്ഡേഷനുകൾ വളരെ കറക്റ്റായിട്ടുള്ള സമയത്തൊന്നും വരാറില്ല. പലപ്പോഴും ഒക്കെയാണ് അതിൻ്റെ അപ്ഡേഷൻ കിട്ടിയെന്നുള്ള കണ്ടീഷനാണ്. മൂന്നാമത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് സാംസങ്ങിൻ്റെ ടൈസൺ OS. ചില ആളുകൾക്ക് സാംസങ്ങിൻ്റെ ഡിവൈസുകളെ വളരെ ഇഷ്ടമായിരിക്കും, അതിനോട് ഭയങ്കര താല്പര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകളൊക്കെ ചൂസ് ചെയ്യുന്ന സാംസങ്ങിൻ്റെ സ്മാർട്ട് ടി വിയിലുള്ള ടൈസൺ OSന് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. പ്രധാന ഫീച്ചേഴ്സ് എന്താണെന്ന് ചോദിച്ചാൽ, സാംസങ്ങിൻ്റെ ഡിവൈസുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, മറ്റ് ഗാലക്സി ഡിവൈസുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് സിങ്ക് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ടൈസൺ OS. കൂടാതെ സാംസങ് ഹബ്ബ് ഉപയോഗിച്ചിട്ട് വീട്ടിലുള്ള മറ്റു ഉപകരണങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. കൂടാതെ വളരെ സിമ്പിളാണ്, നല്ല സ്പീഡുണ്ട്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ LG OSനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ആപ്പുകളുടെ ലഭ്യത കുറവ് തന്നെയാണ്. ഇതിനും പ്ലേ സ്റ്റോറില്ല. സാംസങ്ങിൻ്റെ ആപ്പ് സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്പുകൾ മാത്രമാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി സാധിക്കുക. അത് പരിമിതമായിട്ടുള്ള ആപ്ലിക്കേഷനുകളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ്. നാലാമത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഗൂഗിൾ ടി വി. 2025 ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ള ടെലിവിഷൻ അത് ഗൂഗിൾ ടി വിയാണ്. ആൻഡ്രോയിഡ് ടി വിയും ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ്, ഗൂഗിൾ ടി വിയും ഗൂഗിൾ ഡെവലപ്പ് ചെയ്തതാണ്.
ഗൂഗിളിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ ഓൾസാണ് ഗൂഗിൾ ടി വി. ഗൂഗിൾ ടി വിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ AI ബേസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ടി വി ഓപ്പൺ ചെയ്ത് അതിൻ്റെ മെയിൻ ഇൻ്റർഫേസിൽ കാണുക പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷനുകളുടെ ലിസ്റ്റല്ല. നമ്മൾ ആൻഡ്രോയിഡ് ടി വിയിൽ കണ്ടിരുന്നത് ആപ്ലിക്കേഷനുകളുടെ ഓരോ ഐക്കണുകളായിരുന്നു. ഗൂഗിൾ ടി വി ആവുന്ന സമയത്ത് AI ബേസ്ഡ് ആയിട്ടുള്ള പേഴ്സണലൈസ്ഡ് റെക്കമെൻഡേഷൻസ് ആണ് അവിടെ വരിക. നമ്മുടെ വാച്ചിങ് ഹിസ്റ്ററിക്ക് അനുസരിച്ചും, അതായത് നമ്മുടെ സെർച്ചിങ് ഹിസ്റ്ററിക്ക് അനുസരിച്ചും നമുക്ക് കാണേണ്ട നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ചുള്ള മൂവികൾ, ഷോകൾ, കാര്യങ്ങളൊക്കെ അതിൻ്റെ റെക്കമെൻഡേഷൻ ഐക്കണുകളായിട്ട്, കാർഡുകളായിട്ട് ഇൻ്റർഫേസിൽ വന്ന് നിൽക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആപ്ലിക്കേഷനും തുറക്കേണ്ട ആവശ്യമില്ല. അത് ആമസോൺ പ്രൈമിലായാലും അതുപോലെ നെറ്റ്ഫ്ലിക്സിലായാലും ഏതിലായി കഴിഞ്ഞാലും ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ അത് ഡയറക്റ്റ് ഓപ്പൺ ആവും. അപ്പം നമ്മുടെ അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള റെക്കമെൻഡേഷൻസ് ഇവിടെ വന്ന് കിടക്കും. ഒരുപാട് ആപ്ലിക്കേഷനുകളെല്ലാം നമ്മൾ തുറന്ന് അതിൽ നിന്ന് സെർച്ച് ചെയ്ത് സെലക്ട് ചെയ്ത് എടുക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഫൈലുകൾ പേഴ്സണലൈസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ വീട്ടിലുള്ള 3 പേരുണ്ടെങ്കിൽ 3 പേർക്കും വ്യത്യസ്ത അഭിരുചികളായിരിക്കും. ചിലർക്ക് മ്യൂസിക് ആയിരിക്കും കാണേണ്ടത്, ചിലർക്ക് സ്പോർട്സ് ആയിരിക്കും, ചിലർക്ക് കാർട്ടൂൺസ് ആയിരിക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഓരോ ആളുടെ പേരിലും ഓരോ പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ അവർ ആ പ്രൊഫൈൽ ഓപ്പൺ ചെയ്താൽ അവർക്ക് ഇഷ്ടപ്പെട്ട അഭിരുചിക്ക് അനുസൃതമായിട്ടുള്ള അവരുടെ വാച്ച് ഹിസ്റ്ററിക്ക് അനുസരിച്ചിട്ടുള്ള കണ്ടൻറ്റുകളാണ് ആ പ്രൊഫൈലിൽ വരിക. അങ്ങനെ പേഴ്സണലൈസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. കൂടാതെ അഡ്വാൻസ്ഡ് കണ്ടന്റ് ഫിൽട്ടർ അടക്കമുള്ള പാരന്റൽ കൺട്രോൾസ് ലഭ്യമാണ്. ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. കൂടാതെ നമ്മുടെ ഏത് ഡിവൈസിൽ നിന്നും, നമ്മുടെ ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ലാപ്ടോപ്പിൽ നിന്നോ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് വാച്ച് ലിസ്റ്റ് സെലക്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫോണിലൊക്കെ ഗൂഗിളിൽ സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു പടം കണ്ടു, നമുക്കൊരു മൂവി കാണണം, ആ മൂവി വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അത് നമുക്ക് വീട്ടിൽ വന്നതിന് ശേഷം ഡയറക്റ്റ് നമ്മളെ പ്രൊഫൈൽ ഓൺ വാച്ച് ലിസ്റ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ ഗൂഗിൾ ക്രോംകാസ്റ്റ് ഉണ്ട്, ഗൂഗിൾ ഹോം ഇൻ്റഗ്രേഷൻ ഉണ്ട്, ഗൂഗിൾ അസിസ്റ്റൻസ് വഴിയിട്ട് വോയിസ് കമാൻഡായിട്ട് നമുക്ക് ഇതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ മൊബൈലിനെ നമുക്ക് റിമോട്ടായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോർ വഴി വിപുലമായിട്ടുള്ള ആയിരക്കണക്കിന് ആപ്ലിക്കേഷനുകളുടെ പിന്തുണയുണ്ട്. പിന്നെ വളരെ സിമ്പിളായിട്ടുള്ള ഇൻ്റർഫേസാണ്. ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ ലോ എൻഡ് ഡിവൈസിലൊക്കെ ലാഗ് ആവാനുള്ള സാധ്യതയുണ്ട്. 2025 പുറത്തിറങ്ങുന്ന ഭൂരിഭാഗം ടി വികളും ഗൂഗിൾ ടി വി OS ഉപയോഗിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത്. സോണി, TCL, ഏസർ, റിയൽമി, OnePlus തുടങ്ങിയ ബ്രാൻഡുകളൊക്കെ ഇറങ്ങുന്നത് ഗൂഗിൾ ടി വി OS വെച്ചിട്ടാണ്. യഥാർത്ഥത്തിൽ ഗൂഗിൾ ടി വി ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണോ? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അല്ല എന്നാണ് ഉത്തരം. ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വി ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ അടിസ്ഥാനപ്പെടുത്തി പുതിയൊരു യൂസർ ഇൻ്റർഫേസും കുറച്ച് കൂടുതൽ ഗൂഗിൾ ഫീച്ചേഴ്സും ആഡ് ചെയ്തപ്പോൾ അത് ഗൂഗിൾ ടി വി ആയി. ടി വി നിർമ്മിക്കുന്ന ഇൻ്റർനാഷണൽ കമ്പനികളടക്കം ഗൂഗിൾ OS എന്ന് വിളിക്കുമ്പോൾ നമുക്കും അങ്ങനെ തന്നെ വിളിക്കാം. നിലവിൽ ലഭ്യമായിട്ടുള്ള ഏറ്റവും മികച്ച ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ് ഗൂഗിൾ OS. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ 2025 ഞാനൊരു ടി വി സെലക്ട് ചെയ്യുമ്പോൾ അത് ഗൂഗിൾ ടി വി തന്നെ സെലക്ട് ചെയ്യും. നിങ്ങൾ ഏത് ടി വി സെലക്ട് ചെയ്യും? നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാം. നിങ്ങൾ ഏത് ടി വി സെലക്ട് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കുകൾക്കും കമൻറ്റുകൾക്കും ഒരുപാട് വാല്യൂ ഉണ്ട്. നിങ്ങളുടെ ഓരോ കമൻറ്റുകളും മറ്റുള്ള ആളുകളിലേക്ക് കൂടി വീഡിയോ എത്താൻ വേണ്ടി, യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി കാരണമാകും. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.